PC ഹിൻസ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രോഗങ്ങളും അവയെ ബാധിക്കുന്ന അവയവങ്ങളും. ഏത് അവയവത്തെയാണ് ഏത് രോഗമാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ. ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒരു ഹിൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായ രീതിയിൽ അവയവങ്ങൾ ക്രമമായ രീതിയിൽ എഴുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യാതെ കാണുക. നമുക്ക് നോക്കാം, വീട്ടിലോട്ട് പോകാം. ഇത് ത്വക്ക്. ഫസ്റ്റ് നമുക്ക് ത്വക്കിൽ തുടങ്ങാം. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ. ഏതാണ്? എക്സിമ. എക്സിമ എന്ന രോഗം ഏതിനെ ബാധിക്കുന്നതാണ്? ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ. പിന്നെ നമ്മൾ ക്രമത്തിൽ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് തലച്ചോറ്, കണ്ണ്, പല്ല്, മോണ, ഉമിനീര്, തൊണ്ട, പിന്നെ ഉള്ളിലുള്ള അവയവങ്ങളുമായിട്ടാണ് നമുക്ക് ഏതൊക്കെ നോക്കാം. തലച്ചോറിനെ ബാധിക്കുന്ന രോഗം എൻസെഫാലിറ്റീസ്. ഏതാണ്? എൻസെഫാലിറ്റീസ് ആണ് ഏതിനെ ബാധിക്കുന്ന രോഗം? തലച്ചോറിനെ ബാധിക്കുന്ന രോഗം. ആദ്യം ത്വക്ക് നമ്മൾ എടുത്തു, പിന്നെ തലച്ചോറെടുത്തു, പിന്നെ കണ്ണിനെ ബാധിക്കുന്ന രോഗം തിമിരം, മയോപിയ, ട്രക്കോമ. 3 രോഗമാണ്: തിമിരം, മയോപിയ, ട്രക്കോമ. ദെൻ അടുത്തത് വരുന്നതാണ് കണ്ണു കഴിഞ്ഞ പിന്നെ പല്ല്, മോണ. ഇതിനെ ബാധിക്കുന്ന രോഗമാണ് പയോറിയ. ഏതാണ്? പയോറിയ. അപ്പൊ ഏതൊക്കെ നോക്കാം. ത്വക്കിനെ ബാധിക്കുന്ന രോഗം എക്സിമ, തലച്ചോറിനെ ബാധിക്കുന്ന രോഗം എൻസെഫാലിറ്റീസ്, കണ്ണിനെ ബാധിക്കുന്ന രോഗം തിമിരം, മയോപിയ, ട്രക്കോമ, പല്ല്, മോണ ഇത് ബാധിക്കുന്ന രോഗം പയോറിയ. പല്ല്, മോണ കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നതാണ് ഉമിനീര് ഗ്രന്ഥികൾ. ഉമിനീര് ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗമാണ് മുണ്ടിനീര്. ഏതാണ്? മുണ്ടിനീര് എന്ന രോഗം ഏതിനെ ബാധിക്കുന്നതാണ്? ഈ ഉമിനീര് ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗമാണ് മുണ്ടിനീര്. അപ്പൊ ഉമിനീര് ഗ്രന്ഥികൾ കഴിഞ്ഞു. അപ്പൊ വായിലെ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? ഡിഫ്തീരിയ. ഏതാണ്? ഡിഫ്തീരിയ. പിന്നെ ഗ്രന്ഥി, ഉമിനീർ ഗ്രന്ഥി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. അത് ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥി ബാധിക്കുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന രോഗം. അടുത്തത് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ന്യൂമോണിയ, സാർസ്. ഏതാണ്? ന്യൂമോണിയ, സാർസ് എന്നീ 2 രോഗങ്ങളാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. ന്യൂമോണിയയും സാർസ്. അടുത്തതായി ബാധിക്കുന്നത് കരളിനെ ബാധിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, മഞ്ഞപ്പിത്തം. ഇത് 3 ഏതിനെ ബാധിക്കുന്നതാണ്? നമ്മുടെ കരളിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, മഞ്ഞപ്പിത്തം. ഇനി അടുത്ത് കുടലിനെ ബാധിക്കുന്നതാണ് ടൈഫോയിഡ്. ഏതാണ്? ടൈഫോയിഡ് എന്ന രോഗം ഏതിനെ ബാധിക്കുന്നതാണ്? നമ്മുടെ കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്. പാൻക്രിയാസ് എല്ലാവർക്കും അറിയാം. പ്രമേഹം എന്ന രോഗം ഏതിനെ ബാധിക്കുന്നതാണ്? നമ്മുടെ പാൻക്രിയാസിനെ ബാധിക്കുന്നതാണ്. രക്തത്തെ ബാധിക്കുന്നതാണ് ലുക്കീമിയ. ഏതാണ്? ലുക്കീമിയ എന്ന രോഗം രക്തത്തെ ബാധിക്കുന്നതാണ്. ഇനി എല്ലിനെ ബാധിക്കുന്ന രോഗം കണ എന്ന രോഗം എല്ലിനെയാണ് ബാധിക്കുന്നത്. അതുപോലെ സന്ധിയെ ബാധിക്കുന്ന രോഗം ആർത്രൈറ്റിസ് എന്ന രോഗം നമ്മുടെ സന്ധിയെ ബാധിക്കുന്ന രോഗമാണ് പ്ലീഹയെ ബാധിക്കുന്ന രോഗമാണ് മലേറിയ. ഏതാണ്? മലേറിയ എന്ന രോഗം പ്ലീഹയെ ബാധിക്കുന്നതാണ്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതാണ് പോളിയോ എടുത്തു കഴിഞ്ഞാൽ ഏതിനെ ബാധിക്കുക? നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുക. അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എയ്ഡ്സ് എന്ന രോഗം ഏതിനെ ബാധിക്കുന്നതാണ്? നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന രോഗമാണ്. അപ്പൊ ഒന്നും കൂടി നോക്കാം. കരളിനെ ബാധിക്കുന്ന രോഗം ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, മഞ്ഞപ്പിത്തം. നെക്സ്റ്റ് വരുന്നതാണ് കുടലിനെ ബാധിക്കുന്നത് ടൈഫോയിഡ്, അതുപോലെ പാൻക്രിയാസ്, പ്രമേഹം, രക്തം, ലുക്കീമിയ, എല്ല്, കണ എന്ന രോഗം. സന്ധിനെ ബാധിക്കുന്നത് ആർത്രൈറ്റിസ്, പ്ലീഹ, മലേറിയ, നാഡീവ്യൂഹം, പോളിയോ, പ്രതിരോധ സംവിധാനം, എയ്ഡ്സ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.